ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. തണുപ്പ് കാലമായി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടിനകത്തേക്ക് ഓടി വരുന്ന ഒരു സാധനമാണ് ഈ ഉറുമ്പുകൾ. വീട്ടിൻ്റെ അകത്തും പുറത്തും ഉണ്ടാവും. പുറത്ത് ചെടികളുടെയൊക്കെ ചുറ്റും ഇങ്ങനെ മണ്ണ് കൂട്ടി വെച്ചിട്ട് ഉറുമ്പുകളുണ്ടാവും. കറുത്ത ഉറുമ്പുകളും കടിക്കണ ഉറുമ്പുകൾ, പല പല വെറൈറ്റി ഉറുമ്പുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഉറുമ്പുകളെയൊക്കെ നമുക്ക് വേരോടെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ്. അപ്പോൾ ഇതിലേക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരൊറ്റ സാധനമേ ഉള്ളൂ. അത് എണ്ണയാണ്. നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഓയിലുണ്ടല്ലോ, അതാണ് മെയിനായിട്ട് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് സോപ്പ് പൊടി ഇട്ടിട്ടുണ്ട്. സോപ്പ് പൊടി അല്ലാന്നുണ്ടെങ്കിൽ ഷാമ്പൂ, ലിക്വിഡ് സോപ്പ് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ സോപ്പ് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ആ സോപ്പ് പൊടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇല്ല, ആവണക്കെണ്ണ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ആവണക്കെണ്ണ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. വളരെ കുറച്ച് മാത്രം മതി വെളിച്ചെണ്ണ. അതേപോലെ തന്നെ കുറച്ച് വിനാഗിരി, വളരെ കുറച്ച് വിനാഗിരി മതി. ഈ മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മിശ്രിതം ഉണ്ടാക്കുന്നത്. അതിലേക്ക് നല്ല വെട്ടിത്തിളച്ച കുറച്ച് ചൂട് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതേപോലെയുള്ള സ്പ്രേ ബോട്ടിലോ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണത്തെ ബോട്ടിലായാലും മതി. എന്നിട്ട് അതിൻ്റെ അടപ്പിൽ ഹോളിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ സ്പ്രേ ബോട്ടിലുണ്ട്. അതിൽ കുറച്ച് ഒഴിച്ചു കൊടുത്ത് നമ്മൾ എവിടേക്കാണോ ഉറുമ്പുകളുടെ ശല്യം ഉള്ളത് അവിടെയൊക്കെ കൊണ്ടുപോയി ചെടികളുടെ ചോട്ടിലോ അല്ല നമ്മളുടെ വീട്ടിനകത്ത് തന്നെ ബെഡിൻ്റെ ചുറ്റിലൊക്കെ ഉണ്ടാവാറുണ്ട് കടിക്കുന്ന ഉറുമ്പുകൾ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പിന്നെ ഉറുമ്പുകളൊന്നും ആ ഭാഗത്ത് കൂടെ വരില്ല. നമുക്ക് കൂടുതൽ കെമിക്കലായിട്ടുള്ള ഈച്ചപ്പൊടി പോലെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ ഇങ്ങനെയുള്ള ടിപ്പുകളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.